ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നുള്ള വസുന്ധരയുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയാതെ വേദനയോടെ അവിടെ നിന്ന് ശ്യാമ പോകാനൊരുങ്ങുന്നു. തനിക്ക് സമ്മാനിച്ച ആഭരണങ്ങളൊക്കെ വസുന്ധരയ്ക്ക് തിരികെ നൽകുകയാണ് ആ നിമിഷം ശ്യാമ. ഉടനെ തന്നെ വസുന്ധര ശ്യാമയെ തിരികെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ വസുന്ധര പറഞ്ഞു, അമ്മയ്ക്ക് അമ്മയുടെ മകൻ വലുതാണ് അല്ലെ? അപ്പോ അമ്മയ്ക്ക് അമ്മയുടെ അഖിൽമോൻ വലുതാണ്. അപ്പോ അഖിൽമോന് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞോ അതോ അപ്പോ അമ്മയ്ക്ക് വലുതല്ലേ അമ്മയുടെ അഖിൽമോന്റെ കുഞ്ഞ്? ആ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നതിൽ അമ്മയ്ക്ക് സങ്കടമില്ലേ എന്ന് ചോദിച്ചിട്ടും വസുന്ധര പറഞ്ഞു, മോളെ, എനിക്കത് അതിനേക്കാളേറെ സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ എന്റെ അഹിയുടെ ജീവൻ ആപത്തുണ്ടാവുന്നത് എനിക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് മോള് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ തന്റെ കഴുത്തിൽ ഇട്ടു തന്ന ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ ശ്യാമ വസുന്ധരയ്ക്ക് തിരിച്ചു നൽകുന്നു. അപ്പോഴും വസുന്ധര പറഞ്ഞു, മോളെ, ഞാൻ പറയുന്നത് നീ കേൾക്ക്, നീ അനുസരിക്കണം എന്ന് പറഞ്ഞതും ഇനിയും എന്നോട് അമ്മ ഒരു കാര്യവും പറയണ്ട. അമ്മ എപ്പോഴും ആ ജ്യോതിഷം പറഞ്ഞ കാര്യമാണ് വിശ്വസിച്ചിരിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചതും വസുന്ധര പറഞ്ഞു, അതെ, നിങ്ങൾ മറ്റേതോ ജ്യോത്സ്യന് പണം കൊടുത്ത് അയാളെ കൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയിക്കുന്നതല്ലേ, എനിക്കറിയാം. പക്ഷേ ഞാനതൊരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ വസുന്ധരയോട് ശ്യാമ പറഞ്ഞു, ഇല്ലമ്മേ, ഒരിക്കലും ഞാൻ എൻ്റെ ഈ കുഞ്ഞിനെ നശിപ്പിക്കില്ല. എൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വേദനയോടെ ശ്യാമ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഈ സമയത്ത് ഐശ്വര്യം അഖിലിന്റെ പുതിയ ബിസിനസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ പോകുന്നു എന്നുള്ള അഖിയുടെ വാക്ക് കേട്ട് ഐശ്വര്യ ചോദിച്ചു, എതിരായിട്ടുള്ള എതിർ ടീമിലുള്ള കമ്പനിക്കാരോട് അക്കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ പാടില്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചതും അഖിൽ പറഞ്ഞു, അതിന് ഇവിടെ ആരാ എതിർ ടീമിലുള്ളത്? എതിർ കമ്പനി എന്ന് പറയാനും കഴിയില്ല. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ആദ്യേട്ടനും അരുണേട്ടനും അടങ്ങിയ ഈ കമ്പനി എങ്ങനെ എനിക്ക് എതിർ കമ്പനിയാകും, എൻ്റെ ഓപ്പോസിറ്റ് കമ്പനിയാകും? അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്ന് അഖിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്യാമ ആകെ വേദനയോടെ പുറത്തേക്ക് ഓടി വരുന്നു. അഖിൽ സാർ എന്ന് വിളിച്ചുകൊണ്ട് ശ്യാമ അരികിലേക്ക് വരുന്നത് കണ്ട്, വിഷമത്തോടെ വരുന്നത് കണ്ട് ഐശ്വര്യക്കാകെ സംശയമായി. ആഹാ, ഇവളങ്ങോട്ട് പോയതുപോലെ അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. അമ്മ അപ്പൊ കണക്കിന് സമ്മാനം കൊടുത്തിട്ടുണ്ടല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് ഐശ്വര്യ അങ്ങനെ സന്തോഷിക്കുമ്പോൾ ശ്യാമ അരികിലേക്ക് ഓടിയെത്തി. അഖിൽ സാർ, എനിക്ക് പോണം എന്ന് പറഞ്ഞ് ശ്യാമ ബഹളം വെച്ചു. അത് കേട്ടതും ആദ്യം ചോദിച്ചു, പോണെന്നോ? എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, അഖിൽ സാർ, എനിക്ക് പോണം. ഉടനെ ആനന്ദവർമ്മ ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയത്? അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഇനിയും ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് ശ്യാമ പൊട്ടിക്കരഞ്ഞു. ഉടനെ അഖിൽ പറഞ്ഞു, ശരി, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി. വസുന്ധര പിന്നാലെ അവിടേക്ക് വരുന്നത് കണ്ട് ആനന്ദവർമ്മ ചോദിച്ചു, എന്താ വസു, എന്താ ശ്യാമ സങ്കടപ്പെട്ടുകൊണ്ട് പോയത് എന്ന് ചോദിച്ചതും ആനന്ദവർമ്മയോട് വസുന്ധര പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശ്യാമയ്ക്ക് മനസ്സിലായി, അതുകൊണ്ടാ അവളിപ്പോ പോകുന്നത്. പക്ഷേ അവള് ഇത്തവണ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അവളെ എങ്ങനെ പിടികൂടണമെന്നും അവളെ എങ്ങനെ എൻ്റെ പരിധിയിൽ വരുത്തണമെന്നും എനിക്കറിയാം എന്ന് വസുന്ധര അറിയിച്ചു. ഉടനെ ആനന്ദവർമ്മ ചോദിച്ചു, വസു, താൻ എന്താ പറഞ്ഞത്? അതാ എനിക്ക് അറിയേണ്ടത് എന്ന് പറഞ്ഞതും വസുന്ധര പറഞ്ഞു, ആനന്ദേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബത്തിന് നല്ല കാര്യം തന്നെ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും ആദ്യം ചോദിച്ചു, അമ്മ എന്താ പറഞ്ഞേ? അപ്പോഴേക്കും ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, എനിക്കറിയാം വസു, താൻ ശ്യാമയുടെ മനസ്സ് വേദനിക്കുന്ന എന്തോ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ആ കുട്ടി വിഷമത്തോടെ ഇവിടെ നിന്ന് പോയത്. എന്തായാലും ഞാൻ ആ കുട്ടിയെയും അഹിയെയും വിളിക്കും. അവരുടെ നാവിൽ നിന്ന് തന്നെ ആ സത്യം ഞാൻ അറിയും. പിന്നീട് ഞാൻ ഇവിടേക്ക് വരും. അപ്പോ ഈ രീതിയിലായിരിക്കില്ല എന്റെ സംസാരവും ഇടപെടലും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ആനന്ദവർമ്മ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോ ഐശ്വര്യ വേഗം വസുന്ധരയുടെ അരികിലേക്ക് എത്തി ചോദിച്ചു, സത്യത്തിൽ എന്താ അമ്മേ ശ്യാമയുടെ അമ്മ പറഞ്ഞത്? എന്ത് സമ്മാനാ ശ്യാമയ്ക്ക് അമ്മ കൊടുത്തത്? അത് കേട്ട ഉടനെ വസുന്ധര ദേഷ്യത്തോടെ ഐശ്വര്യ നോക്കി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോ ഐശ്വര്യ മനസ്സിൽ പറഞ്ഞു, അതെന്തായാലും എനിക്ക് അറിയണല്ലോ. അങ്ങനെ ഇപ്പൊ അമ്മ ഇവിടെ നിന്ന് പോയാലും അമ്മയുടെ മനസ്സിൽ നിന്ന് ഞാനത് പുറത്ത് കൊണ്ടുവരും തീർച്ച എന്ന് തീരുമാനിച്ചുകൊണ്ട് ഐശ്വര്യ വസുന്ധരയുടെ പിന്നാലെ പോയി. ഈ സമയത്ത് രാത്രി വളരെ ആകുമ്പോഴും അരുൺ മോളെ മടിയിൽ കിടത്തി മോൾക്ക് മുടിയിലൂടെ മോളെ തലോടിക്കൊണ്ട്, മുടിയിഴകളൊക്കെ തലോടിക്കൊണ്ട് അങ്ങനെ മകളെ മടിയിൽ കിടത്തി അങ്ങനെ അരുൺ ഇരിക്കുകയായിരുന്നു സെറ്റിയിൽ. ഈ സമയത്ത് അവിടേക്ക് അഭിരാമി എത്തുന്നു. അശ്വതി ഇറങ്ങി വന്നതും അരുണിന്റെ മടിയിൽ കിടന്ന് മോള് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നത് കണ്ടതോടെ അരുൺ ഇതൊന്നും അറിയാതെ മറ്റെന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു. ഇത് കണ്ട ഉടനെ അശ്വതി വിളിച്ചു, അരുൺ, മോള് നല്ല ഉറക്കമായല്ലോ എന്ന് പറഞ്ഞു. അരുൺ പറഞ്ഞു, അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല, മോളിന്റെ മടിയിൽ അങ്ങനെ കിടന്നു, മോളങ്ങ് ഉറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞതും ഉടനെ അരുൺ കുഞ്ഞിനെ എടുക്കാൻ ഒരുങ്ങുമ്പോ ഉടനെ അശ്വതി പറഞ്ഞു, ഞാൻ മോളെ കൊണ്ടുപോയി കിടത്താം അരുൺ. അപ്പോഴേക്കും അരുൺ അറിയിച്ചു, വേണ്ട, ഞാൻ തന്നെ മോളെ കൊണ്ടുപോയി കിടത്തിക്കോളാം. അങ്ങനെ വേഗം തന്നെ മോളെ തോളിലെടുത്തിട്ട് അരുൺ അവിടെ നിന്ന് പോകുന്നു. അരുൺ മോളെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി കിടത്തുമ്പോൾ അശ്വതിയും പിന്നാലെ ആ റൂമിലേക്ക് ചെന്നു. മോളെ റൂമിൽ കിടത്തിയതിനു ശേഷം അരുൺ പോകാനായി പുറത്തേക്ക് ഇറങ്ങി.
ഈ സമയത്ത് അശ്വതിയോട് യാത്ര പറഞ്ഞ് അരുൺ പോകാൻ തുടങ്ങുമ്പോൾ അശ്വതി പറഞ്ഞു, അല്ല അരുണിന് വേണ്ടി ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങിച്ച ഗിഫ്റ്റ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞതും അരുൺ പറഞ്ഞു, അതെന്താ ഇനി അന്നേക്ക് എന്ന് പറഞ്ഞപ്പോ അശ്വതി പറഞ്ഞു, അയ്യോ അതിന് ഡേറ്റ് കഴിഞ്ഞു പോയില്ലേ, അത് സാരമില്ല, അശ്വതി എപ്പ തന്നാലും അതെനിക്ക് സ്നേഹത്തോടെ അശ്വതി വാങ്ങിച്ച സമ്മാനമല്ലേ, എനിക്കത് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു അരുൺ അശ്വതിയുടെ കയ്യിൽ നിന്ന് ആ ഗിഫ്റ്റ് വാങ്ങിച്ചു. അരുണിന് ആ മുണ്ടും ഷർട്ടും കൊടുത്തപ്പോ അരുൺ വലിയ സന്തോഷത്തോടെ അശ്വതിയുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഇതിപ്പോ എന്റെ അഭി എനിക്ക് തന്നാലും അതെന്നും എനിക്ക് പ്രിയപ്പെട്ട സമ്മാനം തന്നെയാണ്, എന്റെ വിലപ്പെട്ട സമ്മാനം എന്ന് പറഞ്ഞു അരുൺ അശ്വതിയുടെ കൈ പിടിച്ച് ആ കയ്യിൽ ഒരു ഉമ്മ കൊടുക്കാനായി ആ കൈയിലേക്ക് മുഖം ചേർത്ത് വരുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ റിങ്ങിയത്. അരുൺ ഫോൺ എടുത്ത് നോക്കിയതും ഐശ്വര്യയുടെ കോള് കണ്ടതോടെ ദേഷ്യത്തോടെ ഫോൺ എടുത്ത് മാറ്റാൻ കഴിഞ്ഞു. ഉടനെ അശ്വതി ചോദിച്ചു, അല്ല എന്താ അരുൺ എന്താ കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അപ്പോഴേക്കും അരുൺ പറഞ്ഞു, അത് ഐശ്വര്യയുടെ കോളാ എന്ന് പറഞ്ഞതും അശ്വതി പറഞ്ഞു, എന്നാ അരുൺ പൊയ്ക്കോ, നേരെ ഒത്തിരി ആയില്ലേ. അപ്പോഴേക്കും അരുൺ വേഗം മോളുടെ അരികിലേക്ക് ചെന്ന് മോളെ ഒന്ന് തലോടിയിട്ട് കവളത്തൊരു ഉമ്മ കൊടുത്തു. എന്നിട്ട് അരുണിന് അശ്വതി നൽകിയ സമ്മാനം വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് അരുൺ പോകാൻ തുടങ്ങുമ്പോൾ അശ്വതി വിളിച്ചു. ആ വിളി കേട്ട് അരുൺ തിരിഞ്ഞു നോക്കിയതും അശ്വതി പറഞ്ഞു, അരുൺ സൂക്ഷിക്കണേ, രാത്രിയാ, സൂക്ഷിച്ചു പോണേ, ശരിയെന്ന് പറഞ്ഞ് അരുൺ അവിടെ നിന്നിറങ്ങി. അതിനുശേഷം ശ്യാമ റൂമിൽ വസുന്ധര പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ അഹി അരികിലേക്ക് എത്തി. എടോ, താൻ എന്താടോ ആലോചിക്കുന്നത്? അമ്മ പറഞ്ഞ കാര്യങ്ങളാണോ? അമ്മ എന്താ പറഞ്ഞത്? തന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യം പറഞ്ഞു എന്നല്ലാതെ താൻ എന്താണെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അതൊന്നും ഇല്ല അഖിൽ സാർ. ഉടനെ അഖിൽ ചോദിച്ചു, എന്താടോ കാര്യം, എന്താ എന്ന് ചോദിച്ചതും അത് പിന്നെ അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും അന്ന് ആ ജ്യോത്സ്യർ പറഞ്ഞ കാര്യമാണ്, അത് അമ്മ മാറ്റി ചിന്തിക്കാനോ അതിൽ നിന്ന് പിന്മാറാനോ അമ്മ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞതും അഖിൽ പറഞ്ഞു, അമ്മ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ, അതാണ് ആ കാര്യം, അതൊന്നും സാരമില്ല, നമുക്കറിഞ്ഞൂടെ നമ്മളെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടതെന്ന്. അപ്പോഴേക്കും അമ്മയോട് ഞാൻ സംസാരിച്ചോളാം, ഇപ്പോഴത്തെ ദേഷ്യത്തിന് അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയതായിരിക്കും ചിലപ്പോ എന്ന് പറഞ്ഞപ്പോ ശ്യാമ പറഞ്ഞു, അതെ, ഒരാൾ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അതെന്റെ മുത്തശ്ശിക്ക് അച്ചമ്മയ്ക്ക് ദേഷ്യം കൂടിയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. ഉടനെ അഖിൽ ചോദിച്ചു, ആരാന്നോ? അതെ, ഇവിടെ ഒരാൾ പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ അമ്മയോടും അച്ഛമ്മയോടും ഒന്നും ദേഷ്യപ്പെടരുതെന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞതും അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. ഉടനെ അഖിലിനോട് ശ്യാമ പറഞ്ഞു, അതെ, ഇതാ ഈ വയറ്റിനുള്ളിൽ ഒരാളാ എന്ന് പറഞ്ഞപ്പോ ആണോളോ മോൾ അങ്ങനെ പറഞ്ഞോ എന്ന് അഖിൽ ചോദിച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, മോളല്ല മോൻ എന്ന് പറഞ്ഞപ്പോ അഖിൽ പറഞ്ഞു, അല്ല, എന്റെ ശ്യാമയെ പോലെ തന്നെ സുന്ദരിയായൊരു മോള്. അപ്പോഴേക്കും അഖിലിനോട് ശ്യാമ പറഞ്ഞു, അല്ല, എന്റെ ഉണ്ണിക്കണ്ണനെ പോലെ, അഖിൽ സാറിനെ പോലെ ഒരു ഉണ്ണിക്കണ്ണൻ. അപ്പോ അഖിൽ പറഞ്ഞു, ശരി, എന്നാ ഉണ്ണിക്കണ്ണൻ എങ്കിൽ ഉണ്ണിക്കണ്ണൻ. ശരിയാണോ മോനെ, അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ഉടനെ എന്നിട്ടൊന്നും പറയുന്നില്ലല്ലോ എന്ന് അഖിൽ ശ്യാമയുടെ വയറിന് നേരെ കാതോർത്തിട്ട് പറഞ്ഞു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതെ, പറഞ്ഞു, ഞാൻ കേട്ടതാ, ഇപ്പൊ ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞതും അഖിൽ ശ്യാമയെ നോക്കി പുഞ്ചിരിച്ചു. അതിനുശേഷം ആദിയും വസുന്ധരയും രാത്രിയിൽ ആരുടെ വരവും പ്രതീക്ഷ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവിടേക്ക് അരുണെത്തി. അരുണിനെ കണ്ടതും രണ്ടുപേരും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അരുൺ വേഗം അകത്തേക്ക് പോകാൻ ഒരുങ്ങി. ഉടനെ വസുന്ധര വിളിച്ചു, അരുൺ, നിന്നെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാ ഞാനും ആദ്യം ഇവിടെ കാത്തു നിന്നത്, എന്നിട്ട് നീ ഒന്നും മിണ്ടാതെ ഇവിടുന്ന് പോവുകയാണോ എന്ന് ചോദിച്ചതും അരുൺ ചോദിച്ചു, എന്തു പറയാനുള്ളത് രണ്ടുപേർക്കും? അപ്പോഴേക്കും അരുണിനോട് വസുന്ധര പറഞ്ഞു, നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ, ഇത്രയും നേരം നീ എവിടെയായിരുന്നു? കഴിഞ്ഞ ദിവസം ഐശ്വര്യ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ ഐശ്വര്യ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ അന്ന് നിന്നോട് ക്ഷമിച്ചു വിട്ടത്. നീ പക്ഷേ എന്നെയും ആദ്യം ഞങ്ങളെ നീ ചതിക്കുകയായിരുന്നില്ലടാ എന്ന് അരുണിനോട് ദേഷ്യത്തോടെ വസുന്ധര ദേഷ്യപ്പെടുമ്പോ ആ വാക്ക് കേട്ടുടനെ അരുൺ ചോദിച്ചു, ഇത്രയും നാളും ഏട്ടനായിരുന്നു എന്നെ പലതും പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് പിന്നാലെ നടന്നിരുന്നത്, എന്നാൽ ആ ഉപദേശങ്ങളൊന്നും ഞാൻ വകവയ്ക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഏട്ടനിപ്പോ അമ്മയെ കൂട്ടുപിടിച്ചിരിക്കുകയാണല്ലേ. ഇപ്പോ അമ്മയെ അതുകൊണ്ടല്ലേ സംസാരിക്കാനായി ഏട്ടൻ അമ്മയും വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്ന് അരുൺ ദേഷ്യത്തോടെ വസുന്ധരയെ വിളിച്ചു വന്ന ആദിയെ നോക്കി ചോദിച്ചു. ഉടനെ വസുന്ധര പറഞ്ഞു, അരുൺ, നിന്റെ ഈ പോക്ക് അത്ര ശരിയായിട്ടുള്ളതല്ല, നിന്റെ ഈ പ്രവൃത്തികൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അരുൺ. ഇനിയെങ്കിലും നിന്റെ ഈ നീക്കങ്ങളും ഇത്തരം സംസാരവും ഈ പ്രവൃത്തികളും ഒക്കെ നീ ഒന്ന് ഒഴിവാക്ക എന്ന് വസുന്ധര വിഷമത്തോടെ അരുണിനോട് ആവശ്യപ്പെടുന്നു.